ഞാൻ ഇന്നലെ അപ്പുവിന്റെ വീട്ടിൽ നടന്നൊക്കെ ആലോചിച്ചു പോയതാ. താൻ അതിതുവരെ മനസ്സിൽ നിന്ന് കളഞ്ഞില്ലേ? എടോ, ആ സംഭവത്തിന് ശേഷം ഗീതാന്റി തന്നെ കാണുന്നത് ആദ്യമായിട്ടല്ലേ? അതിന്റെ ഒരു പിണക്കം പുള്ളിക്കാരി ഒന്ന് രജിസ്റ്റർ ചെയ്തേ ഉള്ളൂ. താനത് കാര്യമാക്കണ്ടെന്നേ. ഒന്നുമല്ല, ഗീതാന്റിക്ക് എപ്പോഴും എന്നോടും അപ്പുവിനോടും ഒന്ന് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല, അതുറപ്പാ. ഇനി ഒരിക്കലും അതിന് കഴിയുമെന്നും തോന്നുന്നില്ല. താൻ പറഞ്ഞതിലെ ആദ്യത്തെ പാത്ത് ഞാൻ ശരിവെക്കുന്നു. ആന്റി ഇപ്പോഴും നിങ്ങളോട് രണ്ടുപേരോട് അല്പം പിണക്കമുണ്ട്. പക്ഷെ രണ്ടാമത്തെ ഭാഗമുണ്ടല്ലോ, ഇനി ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എന്നുള്ളത്, അതൊരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. എന്റെ അഭിപ്രായത്തിൽ ഗീതാന്റിയെ പോലൊരാള് ഇങ്ങനെ ആയിരുന്നില്ല ഈ ഇഷ്യൂവിൽ റിയാക്ട് ചെയ്യേണ്ടത്. അത് സത്യം എന്ന് വെച്ച് എക്കാലവും ഗീതാന്റി ആ പിണക്കം മനസ്സിൽ സൂക്ഷിക്കുമെന്നുള്ള തന്റെ പേടിയുണ്ടല്ലോ, അത് വെറുതെ. മറ്റുള്ളവരെല്ലാം ഞങ്ങളോട് ക്ഷമിച്ചിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഭാവിച്ചിട്ടും ആന്റിയെ പോലൊരാള്, അതാ ഡോക്ടർ എനിക്ക് മനസ്സിലാവാത്തത്. എടോ, പരിചയമുള്ള പോലീസുകാര് രണ്ടിടി കൂടുതൽ ഇടിക്കുമെന്നുള്ളൊരു നാടൻ പറച്ചിലുണ്ട്. അതുപോലെയാ ഈ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. തന്നോടും അപ്പുവിനോടുള്ള സ്നേഹക്കൂടുതൽ തന്നെയാ ഗീതാന്റിയുടെ കാര്യത്തിൽ ഇപ്പൊ സംഭവിച്ചത്. നിങ്ങളെ ഇത്രയും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്ത ഗീതാന്റിയെ നിങ്ങൾ രണ്ടുപേരും വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ പോയല്ലോ എന്നുള്ള വേദനയിൽ നിന്നുണ്ടായ ഒരു ഫ്രിക്ഷൻ. പിന്നെ തന്നെക്കാൾ കൂടുതൽ അപ്പുവിന്റെ കാര്യമാ ആന്റിയുടെ മനസ്സിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നതും. പക്ഷേ അപ്പുവിനോട് മാത്രമായിട്ട് പിണക്കം കാണിക്കാൻ ആന്റിക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിന്റെ ഒരു റിഫ്ലക്ഷൻ തന്റെ കാര്യത്തിലും സംഭവിച്ചു എന്ന് മാത്രം. ഗീതാന്റിക്ക് അപ്പുവിനോട് ഇത്രയും വിരോധം തോന്നണമെങ്കിൽ ആ മനസ്സ് എന്തുമാത്രം വേദനിച്ചിരിക്കുന്നു എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണെന്ന് ഓർക്കുമ്പോഴാ. എന്നാര് പറഞ്ഞു? അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കാൻ തന്നെക്കാളും യോഗ്യത എനിക്കുണ്ട്. അതൊക്കെ ഡോക്ടർ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. പുറമെ എല്ലാരും ഓക്കെ ആണെന്ന് ഭാവിക്കുക, എങ്കിലും ചിലതൊക്കെ ചിലരുടെ മനസ്സിൽ ഇപ്പോഴും പുകഞ്ഞു നേറിയും കിടക്കുന്നുണ്ടാവും. ആ ചിലരുടെ ലിസ്റ്റിൽ നിന്ന് എന്റെയും മമ്മിയുടെയും പേരൊന്ന് ഒഴിവാക്കി തരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിച്ചുള്ളൂ യുവർ ഓണർ. കളിയാക്കണ്ട, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. ഞാനും. എന്റെ പൊന്നതേ, അപ്പവും ഗീതാന്റെയും തമ്മിലുള്ള ഈ സൗന്ദര്യ പിണക്കം അധിക ദിവസമൊന്നും നീണ്ടു നിൽക്കാൻ പോകുന്നില്ല. താൻ കണ്ടോ, മിക്കവാറും ഒരാഴ്ചയ്ക്കുള്ളിൽ അമ്മയും മോനും പഴയതിനേക്കാൾ ഭീകര കമ്പനിയായിട്ട് മാറും. അപ്പൊ പിന്നെ അവരെ ഓർത്ത് ഇവിടെ ഇരുന്ന് ടെൻഷൻ അടിച്ചതൊക്കെ വെറുതെ ആവും. അതെ മാഷേ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. എന്താ? ഇപ്പൊ ഈ സുന്ദരമായ പ്രഭാതത്തിൽ, അതിലും സുന്ദരമായ ഈ ഉണ്ണിത്തലയിൽ ആവശ്യത്തിൽ കൂടുതൽ ടെൻഷനും പ്രഷറൊക്കെ കയറ്റിയാലേ ആകെ പ്രശ്നവും. അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ നമ്മുടെ പ്രശ്നങ്ങളാക്കാതിരിക്കാൻ നോക്കുക. ഒരു ഡോക്ടർ എന്ന നിലയിൽ എന്റെ വക ഈ ഉപദേശം തികച്ചും ഫ്രീ ആണ് കേട്ടോ. ഹോ, ഇപ്പോഴെങ്കിലും ഈ മുഖത്തൊരു ചിരി കണ്ടല്ലോ, സന്തോഷായി. എന്നാലും എന്റെ ഡേസമ്മോ, പിള്ളേരെന്നായെങ്കിലും അറിവുകേടോ അബദ്ധമോ കാണിച്ചാ അത് പറഞ്ഞു തരുത്തേണ്ടതിന് പകരം നീ കൂടെ അവരുടെ താളത്തിന് തുള്ളാൻ നിന്നാ എങ്ങനാ? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു അമ്മച്ചി പറയുന്നേ? ഒന്നാമതേ ആ കൊച്ചു അതിന്റെ കുടുംബവുമായിട്ടുള്ള അടുപ്പം കുറയ്ക്കാൻ വേണ്ടിയല്ലേ നീയും നിന്റെ മോനും നോക്കേണ്ടത്. അതിനു പകരം അവിടെയുള്ളവരുടെ പിറന്നാൾ ആഘോഷിക്കാൻ അവളെ ഒരുക്കി കെട്ടി പറഞ്ഞു വിട്ടത് എന്നാത്തിനായിരുന്നു? അതുകൊണ്ട് ആർക്ക് എന്നാ ഗുണമോ ഉണ്ടായത്? അതിന് മാളു തനിച്ചല്ലോ അമ്മച്ചി അവിടെ പോയത്. ജോബിന് അവൾക്കൊപ്പം ഉണ്ടായിരുന്നല്ലോ. ആ, അതാ ഞാൻ പറഞ്ഞത്. ആദ്യമൊക്കെ കെട്ടിയവനും കൂട്ടുപിടിച്ച് പോയി തുടങ്ങും, പിന്നെ പിന്നെ സവാരി തനിച്ചാവും. അല്ല, ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നല്ലോ മാളുവിന്റെ ശീലം. ഇനി അതൊക്കെ ആവർത്തിക്കാനാണോ നീയും ജോക്കുട്ടനും കൂടെ അവക്കിങ്ങനെ വളം വെച്ച് കൊടുക്കുന്നത്? ദേ, ആദ്യമൊക്കെ അങ്ങോട്ട് പോകുന്നതിനും ആ കൊച്ചുമായി സഹകരിക്കുന്നതിനും ഒക്കെ പേരിന് നിന്റെ മോന്റെ സമ്മതം ചോദിച്ചെന്നിരിക്കും. പിന്നെ പിന്നെ അതിനൊന്നും അവള് മെനക്കെടാതാവും. ഒടുക്കം പഴയതുപോലെ പൊറുതി അതിന്റെ കൂടെ ആയാലേ നിന്റെ മോന്റെ മുഖത്ത് നോക്കി ആൾക്കാർ ചിരിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. അമ്മച്ചി എന്തിനാ എല്ലാം ഇങ്ങനെ മോശമായ രീതിയിൽ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത്? അത് ശരി. അപ്പൊ എന്റെ ചിന്തയ്ക്കും ബുദ്ധിക്കും ആയോ കുഴപ്പം? ദേ, നിന്റെയും ജോക്കുട്ടിന്റെയും നല്ലതിനു വേണ്ടിയാ ഞാനീ പറയുന്നേ.
അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും നിനക്കെങ്കിലും വേണ്ട ഡേസമ്മ. മാളു എന്തു പറയുന്നു ജോബിൻ? അവള് നിന്നോട് സംസാരിച്ചോ? അവളാകെ നിരാശയില മമ്മി. ഇന്നലത്തെ കാര്യം മാളുവിന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. ഗീതാന്റി അപ്പുവും തമ്മിലുള്ള പ്രശ്നം ഇപ്പൊ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് മാളുവിനെയാ. എങ്കിലൊരു കാര്യം ചെയ്യ്, നീ നിന്റെ കെട്ടിയടയും കൊണ്ടുവന്ന് അവരുടെ അങ്ങ് ആക്കിയിട്ടിങ്ങ് പോര്. അതുകൊണ്ട് അവക്ക് സമാധാനം കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. അല്ല, അമ്മച്ചി എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാൻ പോകുന്നത്? കണ്ടോടി ഡേസമ്മ, ഞാൻ അവന്റെ നല്ലതിനു വേണ്ടി പറഞ്ഞത് അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. വേണ്ട, എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിലങ്ങ് ചെയ്തോ. അവസാനം മുള്ളുകൊണ്ട് എടുക്കേണ്ടതിന് തൂമ്പുകൊണ്ട് എടുക്കേണ്ടി വരുമ്പോ അമ്മച്ചിയും മോനും പഠിച്ചോളൂ. അല്ലാതെന്നാ. അല്ല, മമ്മി എന്തിനാ നടന്നൊക്കെ അമ്മച്ചിയോട് പറയാൻ പോകുന്നത്? അതുകൊണ്ടല്ലേ അവരുടെ വായിരിക്കുന്ന നെഗറ്റീവ് കൂടി കേൾക്കേണ്ടി വരുന്നത്. എന്നോട് കുത്തി കുത്തി ചോദിച്ചപ്പോ ഞാൻ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അബദ്ധമായിന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. ജോബിൻ, ഈ അവസ്ഥയില് ഞാനത് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. ഞാൻ നിന്റെ വിഷമം കണ്ടിട്ട് പറയാ, മാളൂനെയും കൂട്ടി നീ കുറച്ചു നാളെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്. അതിന് ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലോ മമ്മി. മാളുവിന്റെ താല്പര്യം കൂടി നമുക്ക് നോക്കണ്ടേ? ഒരു കാര്യം ചെയ്യേ, നീ അവളെയും കൂട്ടി അവളുടെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വാ. എല്ലാരും കൂടി നിർബന്ധിക്കുമ്പോ ചിലപ്പോ മാളുവിന്റെ മനസ്സ് മാറിയേക്കും. ഒരു മാറ്റത്തെക്കുറിച്ച് അവള് സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞല്ലോ, ടീച്ചറും മോനും ഒക്കെ കണക്കാ. നായയുടെ വാല് 12 കാലം കുടലിലിട്ടാലും അതിനൊന്നും സംഭവിക്കില്ലെന്ന് പറയുന്നത് പോലെ ആ തള്ളയുടെ മോന്റെ കാര്യം. എത്ര അനുഭവം കിട്ടിയാലും പഠിക്കില്ല. പെണ്ണിനെ എങ്ങനെയെങ്കിലും ആ കുടുംബവുമായിട്ടുള്ള സംസർഗത്തിൽ നിന്ന് ഒഴിവാക്കി എടുക്കാൻ നോക്കുന്നതിന് പകരം പൂവും പൂക്കടയായിട്ട് പച്ചപ്പാതിരാക്കി ആഘോഷിക്കാൻ പോയിരിക്കുന്നു. ഒന്നുകിൽ അവരെ പറഞ്ഞു വിടാതിരിക്കാനുള്ള മര്യാദ ടീച്ചർ കാണിക്കണം, അല്ലെങ്കിൽ അവളെ കൊണ്ടുപോകാതിരിക്കാൻ അവൻ വിചാരിക്കണം. ഇത് അമ്മയും മോനും കൂടെ ഇട്ട് പിള്ള കളിപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എന്നാലും ഞാൻ ആലോചിക്കുന്ന അതല്ല. ഗീതയുടെ വീട്ടിൽ വരുന്നുണ്ടെന്ന കാര്യം അവള് നമ്മളെ ഒന്ന് അറിയിച്ചു പോലുമില്ലല്ലോ. അങ്ങനെ മുൻകൂട്ടി തയ്യാറെടുത്ത കാര്യമൊന്നും ആയിരുന്നില്ലെന്നാ ഡേസി ടീച്ചർ പറഞ്ഞത്. സമയമായപ്പോ മാള് തന്നെയായിരുന്നു എല്ലാം പ്ലാൻ ചെയ്തിരുന്നതെന്ന്. ആ, അതാ ഞാൻ പറഞ്ഞത്. അവൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ അവർക്കത് വിലക്കി കൂടായിരുന്നു അശ്വതി. എന്താ, ടീച്ചർക്ക് അതിന്റെ കാര്യഗൗരവം മനസ്സിലാകാഞ്ഞിട്ടാണോ? ഒന്നുമല്ല. അഥവാ അവൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ അത് പറ്റില്ലെന്ന് തീർത്തു പറയാൻ ഡെയ്സി ടീച്ചറോ ഡോക്ടറോ തയ്യാറാവണ്ടേ? അതിനു പകരം അവളെ ഈ കോലം കെട്ടാൻ പറഞ്ഞു വിടുകയാണോ വേണ്ടത്? മുരളി, ഡോക്ടറോടൊപ്പം അവളെ കൊച്ചിയിലേക്ക് പറഞ്ഞു വിടുന്ന കാര്യം നടക്കില്ലെന്ന് ഏതാണ്ട് ഉറപ്പായല്ലോ. ഇനി നടപ്പുവശമുള്ള കാര്യത്തെക്കുറിച്ച് വേണം ആലോചിക്കാൻ. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? അന്ന് പണിക്കരെ കണ്ടപ്പോ അയാൾ നിന്നോടൊരു കാര്യം പറഞ്ഞില്ലേ? ഈ വീടും വസ്തുവൊക്കെ വിറ്റുപറക്കി വേറെ എങ്ങോട്ടെങ്കിലും അയാൾ മാറാൻ നോക്കുകയാണെന്ന്. അതെ, പക്ഷെ അന്നങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എന്നുവെച്ച് ഇപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം വീപ്പിക്കുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ലമ്മേ. അതൊന്നും നീ കാര്യാക്കണ്ട. കുട്ടികൾ തമ്മിൽ കൂടുതൽ അടുക്കാതിരിക്കണമെങ്കിൽ രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കണം. ഞാൻ നോക്കിയിട്ട് മാളൂനെ ഡോക്ടർക്കൊപ്പം പറഞ്ഞു വിടുന്നതിൽ എളുപ്പം ആ പണിക്കരയും കുടുംബത്തെ ഈ നാട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതാ. എല്ലാം വിറ്റുപെറുക്കി പോവാൻ അയാൾ തയ്യാറായതുവാണേ. അത് വേണോ അമ്മേ? തന്നെയല്ല, നമ്മളായിട്ട് എങ്ങനെയാ VP ആയിട്ടോണ്ട് അങ്ങനെ ഒരു സജഷൻ പറയുന്നത്? ആവശ്യം നമ്മുടേതല്ലേ മോളെ. അപ്പൊ പിന്നെ ഔചിത്യം മര്യാദയൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് അയാളെ കണ്ട് വസ്തുവും വീടും വിൽപ്പനയ്ക്കുള്ള ഏർപ്പാടുണ്ടാക്കാൻ പറ. ഞാൻ നോക്കിയിട്ട് കൊച്ചിനെ കൊച്ചിയിലേക്ക് പറഞ്ഞു വിടുന്നതിൽ നല്ലത് അതാ. എന്താ മുരളി, ഞാൻ പറഞ്ഞത് വല്ലതും നീ കേട്ടോ? കേട്ടമ്മേ. പക്ഷെ അശ്വതി പറഞ്ഞതുപോലെ നമ്മളായിട്ടത് VPയോട് എങ്ങനെ പറയുമെന്നുള്ളതാ ഞാൻ ആലോചിക്കുന്നത്. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയാണേലും വെട്ടി തുറന്ന് പറയണം മുരളി. ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെയും ജീവിതമാണ് നശിക്കുന്നത്. ഇപ്പം മുഖത്ത് നോക്കി പറയാൻ ശക്തി ഇല്ലാത്തവർക്ക് ഒടുക്കം സ്വന്തം ജീവിതം കുളം തോണ്ടുന്നത് കണ്ട് സങ്കടപ്പെടേണ്ടി വരും. ഞാൻ ഏതെങ്കിലും VP കണ്ട് സംസാരിക്കാമേ. പിന്നെ ഒരു കാര്യം, അമ്മ ഈ കാര്യം മാളുവിനോട് സംസാരിക്കാൻ പോകണ്ട. ഇനിയും നമ്മൾ ഇങ്ങനൊരു കാര്യം VPയോട് ആവശ്യപ്പെട്ടെന്നറിഞ്ഞാൽ മാളുവിന് അത് സഹിക്കാൻ പറ്റില്ല.
ഞാനായിട്ട് ആരോടും ഒന്നും പറയാൻ പോകുന്നില്ലേ. എങ്ങനെയെങ്കിലും കാര്യം ഒന്ന് നടന്നു കിട്ടിയാ മതി. എന്റെ കൃഷ്ണ, ഓരോരോ വയ്യവേലികള്. എന്നാണോ ഈ കുരുക്കിന്നൊന്ന് രക്ഷപ്പെടാൻ പറ്റുന്നത്? നീ ഇങ്ങനെ മിണ്ടാപ്പാവം കളിച്ചിരുന്നാൽ ശരിയാവില്ല അശ്വതി. മാളു വരുമ്പോ നീ ഇത്തിരി കാര്യഗൗരവമായിട്ട് തന്നെ ഈ കാര്യം അവതരിപ്പിക്കണം. അവള് കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. കാര്യം പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും. അപ്പോ ഉറങ്ങിയത് മതിയടോ. സമയത്രയെന്നറിയോ? മണി 9:30. ഇതാ ഇത് കുടിക്ക്. ഇന്നലെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് കിടന്നപ്പോ ഒരുപാട് ലേറ്റ് ആയില്ലേ? അതാവും ഇങ്ങനെ ബോധം കെട്ട് കിടന്നുറങ്ങിപ്പോയത് അല്ലടോ? അതിന് ഇന്നലെ നടന്നതൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെന്ന് വിപിക്ക് തോന്നിയോ? എങ്കിലും എന്റെ മിഷൻ സക്സസ് ആയി. നോ ഡൗട്ട്. എല്ലാ അർത്ഥത്തിലും അതൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ തന്നെയായിരുന്നു. മാത്രമല്ല ഗീത അതിൽ വല്ലാതെ സർപ്രൈസ്ഡ് ആവുകയും ചെയ്തു. ആളൊന്ന് ഞെട്ടി എന്നുള്ളത് സത്യം. പക്ഷേ ഞാനതൊരുക്കിയത് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്ന. ഗീത ശരിക്കും അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിന്നോടുള്ള പിണക്കം കാരണം അത് പുറമെ കാണിച്ചില്ലെന്നേ ഉള്ളൂ. അതൊന്നുമല്ല വിപി. എന്നെ എങ്ങനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയണ്ട. എന്നോടുള്ള പിണക്കത്തിന്റെ പ്രകടനം മാത്രമായിരുന്നില്ല അത്. എങ്കിൽ പിന്നെ മാളുവിനോട് ജോബിനോടും അമ്മയ്ക്ക് അങ്ങനെ റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ. മിനിമം അവരുടെ വിഷനൊരു താങ്ക്സ് എങ്കിലും പറയായിരുന്നല്ലോ. അതെങ്ങനെ പറയും? മാളു നിന്റെ കൂട്ടുപ്രതിയല്ലേ. അപ്പൊ നിന്നോടുള്ള ദേഷ്യം അവളോടും കാണിക്കാതിരിക്കുമോ? പിന്നെ മാളുവിനെ ഒഴിവാക്കി ജോബിനോട് മാത്രം സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാവും രണ്ടുപേരോടും ഗീത റിയാക്ട് ചെയ്യായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചാ വിപി സത്യം പറയോ? ചോദിക്കും. ശരിക്കും അമ്മയുടെ പ്രോബ്ലം എന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല വിപി, അതുകൊണ്ടാ ചോദിക്കുന്നത്. അതിപ്പോ ഞാൻ ആലോചിച്ചിട്ട് എന്താ പറയാ. നിന്നെ ഒരുപാട് ട്രസ്റ്റ് ചെയ്തിരുന്നു ഗീത. വിശ്വാസം മാത്രമായിരുന്നില്ല, സ്നേഹവും കരുതലും ഒക്കെ ആയിരുന്നു. എന്നിട്ടും ഗീതയ്ക്ക് ഒരു സൂചന പോലും നൽകാതെ മാളുവിനെയും കൂട്ടി നീ പോയത് ഗീതയ്ക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നല്ലോ വിപിക്കും. പക്ഷേ വിപി പെട്ടെന്ന് സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടില്ല. എന്തുകൊണ്ടാ അമ്മയ്ക്ക് അതിന് കഴിയാത്ത? അതാ എന്റെ സംശയം. ശരിയാണ്. ഞാൻ പോലും പൊരുത്തപ്പെട്ടെങ്കിൽ പിന്നെ സ്വാഭാവികമായും ഗീത ഈ ഒരു ഇഷ്യൂമായി പൊരുത്തപ്പെടേണ്ടതാണ്. പക്ഷെ അപ്പോ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതായത് നമ്മളൊരാളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു. ഉദാഹരണം എടുത്താൽ നീയും മാളും. ഒരാണായി ജീവിക്കണമെന്നാണ് നിന്റെ ആഗ്രഹമെന്ന് നീ ഏറ്റവും ആദ്യം ഷെയർ ചെയ്യുന്നത് നിന്റെ സോൾമേറ്റായ മാളുവിനോടാണ്. മാളുവാണ് അത് എന്നോടും ഗീതയോടും പ്രസന്റ് ചെയ്തത്. പക്ഷെ മാളു അതിന് ശ്രമിക്കാതെ മറ്റാരോടെങ്കിലുമാണ് അത് എക്സ്പോസ് ചെയ്തിരുന്നെങ്കിലോ ഒരുപക്ഷെ നിനക്കത് വലിയ ഇൻസൾട്ടായി തോന്നിയേനെ. ശരിയല്ലേ? പക്ഷേ വിപി, അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രസ്റ്റിനുള്ള പ്രസക്തി. എന്തുണ്ടെങ്കിലും നീ അമ്മയെ അറിയിക്കാതെ ഒന്നും ചെയ്യില്ല എന്ന് ഗീത വിശ്വസിച്ചു. ആ വിശ്വാസത്തെ ഒരു സൂചന പോലും കൊടുക്കാതെ വളരെ ഇൻഡിഫറൻ്റായി നീ തകർത്തെറിയുമ്പോൾ അത് അമ്മയെന്ന നിലയിലുള്ള തൻ്റെ പരാജയമാണെന്ന് ഗീത വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ ഗീതയുടെ മനസ്സിൽ ഉറയ്ക്കുന്നു. ഒരു പരിധിവരെ ഗീതയെ അതിൽ കുറ്റം പറയാൻ പറ്റില്ല. ശരിയല്ലേ? അങ്ങനെ ഒരു വിശ്വാസവഞ്ചന കാട്ടിയ ഒരാളോട്, ഈവൻ അത് സ്വന്തം കുഞ്ഞു തന്നെയാണെങ്കിലും, എവിടെയോ ഒരു അനിഷ്ടവും അകൽച്ചയും
മനസ്സിൽ തോന്നുന്നത് സ്വാഭാവികമാണ്. അത് ശരിക്കും മനുഷ്യ സഹജമാണ്. എനിക്കോ നിനക്കോ അങ്ങനെ ആർക്കും തോന്നാവുന്ന ഒന്ന്. പോട്ടെ, പെട്ടെന്നൊന്നും നമുക്കത് ഇല്ലാതാക്കാൻ പറ്റില്ല. ഇതുപോലുള്ള കൊച്ചു കൊച്ചു സർപ്രൈസുകളിലൂടെയും സ്നേഹപ്രകടനങ്ങളിലൂടെയും മാത്രമേ ഗീതയെ നമുക്ക് ആ പഴയ ഇന്റൻസിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. അതിന് കുറച്ച് സമയമെടുക്കും. പോ, അതുവരെ ഇതൊന്നും നീ കാര്യാക്കണ്ട. എന്താ, ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലേ? അതുപോട്ടെ, ഇന്ന് എന്താ നിന്റെ പ്രോഗ്രാം? പ്രോഗ്രാം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും ഉണ്ടാവണം. അപ്പോ ഞാൻ നിന്നോട് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കാനിരിക്കുകയായിരുന്നു. ചുറ്റുവട്ടത്തുള്ള പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർത്ത് അതിനുശേഷം മാത്രം സ്വന്തം കാര്യം നോക്കാമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തറ. ബീപ്പ് എന്താ ഉദ്ദേശിക്കുന്നത്? നിന്റെ സ്റ്റഡീസിന്റെ കാര്യം തന്നെ. പലവട്ടം നമ്മൾ തുടങ്ങുന്നു പറഞ്ഞു വെച്ചാലല്ലാതെ ഇതുവരെ അത് സീരിയസ് ആയി തുടങ്ങാനുള്ളൊരു അറ്റംപ്റ്റും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ലല്ലോ. ഞാൻ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് തന്നെ ബീപ്പി ആലോചിക്കുന്നത്. ഒന്ന് മെന്റലി പ്രിപ്പയർഡ് ആവാനായിട്ടിരിക്കുമ്പോഴാ മാളുവിന്റെ പ്രശ്നം. അതൊരുവിധം സോൾവ് ചെയ്തപ്പോഴേക്കും ദാ അമ്മ സമരമുഖത്ത്. അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോട്ടെ. പോവും. നീ അതിന് പരിധിയിൽ കൂടുതൽ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, അവസാനത്തെ തിരയും ഒടുങ്ങിയിട്ട് വഞ്ചി ഇറക്കാനിരിക്കുന്ന ഒരാൾക്ക് വലയിൽ കാര്യമായിട്ടൊന്നും ലഭിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കെട്ട തോണിക്കാരനാവരുത്. സോ നിന്റെ ഗോൾ ഇപ്പോഴേ മനസ്സിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് അച്ചീവ് ചെയ്യാനുള്ള ശ്രമം കാര്യമായിട്ട് തന്നെ നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഞാൻ പറയുന്ന അപ്പന് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇന്ന് മുതൽ നമ്മൾ സ്റ്റഡീസിലേക്ക് കയറുകയാണ്, അങ്ങനെയല്ലേ? ഓക്കെ, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇറങ്ങാം. ഇടയ്ക്ക് വിളിക്കാം. ശരി ബീപ്പി. നിന്നെപ്പോലെ വിവേകമതിയായ ഒരാളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എന്നാലും പറയട്ടെ, ഇന്നലെ നീ കുട്ടികളോട് റിയാക്ട് ചെയ്ത രീതി ഒട്ടും ശരിയായില്ല. അപ്പോൾ എത്ര ആത്മാർത്ഥമായിട്ടാ നിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ അത്രയും സന്നാഹങ്ങൾ ഒരുക്കിയത്. അതിനെ ഒന്ന് അംഗീകരിക്കാൻ പോലും നീ തയ്യാറായില്ല. പോട്ടെ, അതിന് നിന്റെ മനസ്സനുവദിക്കുന്നില്ലേ? വേണ്ട. പക്ഷേ അവഹേളിക്കാതിരിക്കാമായിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല, വിപിക്കും അത് മാനസികമായി നല്ല വിഷമം ഉണ്ടാക്കി. അതിലൊന്നും എനിക്കിപ്പോൾ നിരാശ തോന്നുന്നില്ല അമ്പിമാമ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എൻ്റെ ജീവിതത്തിൽ നിന്ന് ആഘോഷങ്ങളെയൊക്കെ പുറത്താക്കിയിരിക്കുക ഞാൻ. ഇനിയൊരാഘോഷവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയില്ല. അങ്ങനെയൊന്നും നിരാശപ്പെടല്ലേ നീ. എനിക്കറിയാം, ഒരിക്കൽ അപ്പുവായിട്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു വലിയ സ്ഫോടനം ഉണ്ടാക്കി. ആ പൊട്ടിത്തെറിയുടെ മുറിവുകൾ ഇപ്പോ അവനായിട്ട് തന്നെ ഉണക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ശ്രമം അപ്പുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമ്പോ നമ്മളൊക്കെ അതിന് സഹകരിക്കുകയല്ലേ വേണ്ടത്. അത് മറ്റാരെക്കാളും നന്നായി അറിയാവുന്നത് നിനക്കാ. എന്നിട്ടും നീ ഇങ്ങനെ നിസ്സഹരിക്കുന്ന എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ അപ്പുവും ആളുവും നിന്നോട് പറയാതെ പോയതാണ് പ്രശ്നമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ലാതെ മറ്റെന്തോ നിന്റെ മനസ്സിനകത്തുണ്ട്. എന്താണെങ്കിലും വിപിയോട് നിനക്കത് ഷെയർ ചെയ്തൂടെ? എന്തിനാ വെറുതെ മനസ്സിലത് കെട്ടിപ്പൂട്ടി വെച്ച് നീ തീ തിന്നുന്നത്? എന്റെ മനസ്സിപ്പോ എങ്ങനെയാ ചിന്തിച്ചു തുടങ്ങുന്നതെന്ന് എനിക്കറിയില്ല അമ്പിമാമ. അത് പൂർണ്ണമായും ആരുടെ മുന്നിലും വ്യക്തമാക്കാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പുവിനോട് എന്തുകൊണ്ട് ഞാനിങ്ങനെ ഓരോ നിമിഷവും ഞാനത് സ്വയം ചോദിക്കുന്നുണ്ട്. നീ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ലെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ അത് അപ്പൂനും വിപിക്കും ഒക്കെ എപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അതും എനിക്കറിയാം. ഒരുപക്ഷെ ഇത്രയും നാളത്തെ ദുരനുഭവങ്ങൾ ശീലിച്ച് എന്റെ മനസ്സ് മരവിച്ചു പോയതാവും. അപ്പൂനെ ഇപ്പോ എനിക്ക് പഴയതുപോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയേയില്ല. എനിക്ക് നിന്റെ മനസ്സ് പൂർണ്ണമായി മനസ്സിലാവും ഗീത. നീ ഒരു കാര്യം ചെയ്യ്,
VP പറയുന്നത് പോലെ സ്വയം ഒരു കൗൺസിലിങ്ങിന് തയ്യാറാവ്. ഞാനിത് വേറൊരു അർത്ഥത്തിൽ പറഞ്ഞതല്ല കേട്ടോ. എടോ, കൗൺസിലിംഗ് ഒരു മോശം കാര്യമല്ലെന്ന് പഠിപ്പും അറിവും ഉള്ള നിന്നെപ്പോലെ ഒരാളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ മനസ്സിന് എപ്പോഴാണോ ഒരു താങ് ആവശ്യമെന്ന് തോന്നുന്നത് അത് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെയാ. സ്വയം ഉറച്ചു നിൽക്കാൻ ശ്രമിച്ച് നമ്മൾ വല്ലാതെ പരാജയപ്പെടുമ്പോ പുറമേ ഒരു ഊന്നോടിയെ ആശ്രയിക്കാറില്ലേ? അതിനെ അങ്ങനെ കണ്ടാ മതി ഗീത. പിന്നെ പോരാത്തതിന് നിന്നെ സഹായിക്കാൻ ഇപ്പൊ VP ഉണ്ടല്ലോ. ഈ കുറഞ്ഞ കാലയളവിൽ ഒരുപാട് യുദ്ധം ഒറ്റയ്ക്ക് നയിച്ച് വിജയം കൈവരിച്ചവളാ നീ. ആ നിനക്ക് ഇപ്പോ നിന്റെ മനസ്സിൽ നടക്കുന്ന യുദ്ധത്തെ ജയിക്കാനുള്ള മന്ത്രം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അത് സ്വയം കണ്ടെത്താനും പ്രാവർത്തികമാക്കാനും അറിവും കഴിവുള്ളൊരു പെണ്ണാ നീ. നീ തളരാൻ പാടില്ല ഗീത, തോൽക്കാനും. കല്ലിലൊരയ്ക്കുമ്പോഴേ കത്തിക്ക് മൂർച്ച കൂടും. അതുപോലെ ദുരനുഭവങ്ങളോട് പടവെട്ടി തന്നെ വേണം മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ. നിനക്കതിന് കഴിയും കുട്ടി. ഞാനിവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് പോവും. നിന്നെ പാർലറിലാക്കണോ? വേണ്ട അഭിമാമ, ഞാൻ നടന്നു പോയിക്കോളാം. എന്നാ ശരി, കാണാം.